ലുക്ക് കണ്ടിട്ട് അതൊരു ആനക്കോണ്ടയാണോ എന്നൊരു സംശയമുണ്ട്. രണ്ടാമത്തെ വണ്ടിയുടെയും ഗ്ലാസ്സിൽ ചിപ്പായിട്ടുണ്ട്, കല്ലടിച്ചിട്ട്. പൊട്ടിപ്പോയല്ലേ? എന്നാ നീളമല്ല. നമ്മൾ ഇവിടെ നിന്ന് ഫ്യൂലും കൂടെ അടിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഫ്യൂൽ അടിക്കാൻ അത്യാവശ്യം ഒരു നീണ്ട ക്യൂ ഉണ്ട് കേട്ടോ അവിടെ. ഹായ്, ഞാൻ പ്രിൻറ്റോ. ഇപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ്, ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടിലാണ്. അപ്പോൾ നമ്മുടെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിഡ്നി ടു KP York റോഡ് ട്രിപ്പാണ്. ഈ കാണുന്ന 4 വണ്ടികളിലായിട്ട് 9 മലയാളികൾ സിഡ്നി ടു KP York ഒരു 7000ഓളം കിലോമീറ്റർ ഡ്രൈവാണ്. അത് അത്യാവശ്യം നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ ഓഫ് റോഡൊന്നും ഇല്ല കേട്ടോ, അത് ഇച്ചിരി വലിയൊരു ഓഫ് റോഡാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. ടെൻറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അതിരാവിലെ നമ്മൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടികളിലാണ് കേട്ടോ. ഇന്നലെയൊക്കെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി, നമുക്ക് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴൊക്കെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ അതിരാവിലെ എണീറ്റ് വൈകുന്നേരം ഒരു 6 മണിക്ക് മുമ്പ് അടുത്ത ക്യാമ്പിംഗ് ലൊക്കേഷനിൽ ചെല്ലാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് ചുറ്റും നോക്കി എന്തോരം ഫാമിലീസാണ് വണ്ടിയിൽ വന്ന് ക്യാമ്പ് ചെയ്യാൻ വന്നേക്കുന്നതെന്ന് നോക്കി. അതും ഭയങ്കര ഭീകര വണ്ടികളിലൊക്കെയാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. ഫുള്ളൊരു വീട് തന്നെ മൊത്തത്തിൽ വലിച്ചുകൊണ്ട് വന്നേക്കോ കേട്ടോ. ആ ട്രെയിലർ ഹോമൊക്കെ നോക്കി, അപ്പാപ്പനെയൊക്കെ നോക്കി. ചെറുപ്പക്കാർ മാത്രമല്ല, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ കിടക്കണമൊക്കെ എന്ത് രസമല്ല അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ചുറ്റും ക്യാമ്പിംഗ് ഗ്രൗണ്ടാണ്. ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാനായിട്ട്, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ക്യാമ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു എനർജി എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒത്തിരി നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണാം, ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാം, ഒത്തിരി ആൾക്കാരുടെ ജീവിതങ്ങൾ കാണാം. അടിപൊളിയല്ലേ? ഇപ്പോൾ തണുപ്പ് നമ്മൾ നോർത്തിലോട്ടാണ് പോകുന്നത്. ഞാൻ വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ സിഡ്നിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പായിരുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം ഗ്ലൗസും ജാക്കറ്റൊക്കെ പ്രോപ്പറായിട്ട് വേണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസം കഴിയുന്നതോടെ നമ്മൾ നോർത്തിലോട്ട് പോകുന്നതോടെ ഈ തണുപ്പിൻ്റെ ഒരു പ്രശ്നം കുറഞ്ഞു വരുന്നുണ്ട്. നമ്മളത് നല്ല കംഫർട്ടബിൾ ആകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പോലത്തെ ഒരു കാലാവസ്ഥയൊക്കെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ തൊട്ടടുത്തൊരാൾ ക്യാമ്പ് ചെയ്ത് കാണിച്ചു തരാം. ആ വണ്ടിയിൽ നോക്കി, ഒരു ഭീകര ട്രെയിലറുമായിട്ടായിരുന്നു തൊട്ടടുത്ത ആൾ. അപ്പോൾ നമ്മൾ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഉടനെ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങോട്ട് പോകാനുള്ളതാണ്. വീട്ടിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്ന കാഴ്ചകൾ നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ. അടുത്ത് നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി കിടക്കണ കാണിച്ചു തരാം കേട്ടോ. ഇവനൊന്ന് നോക്കി, എന്താ അല്ലേ, ഫുൾ ചെളി പിടിച്ച്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ അഡ്രിനാലിൻ അങ്ങ് ബൂസ്റ്റ് ആകുന്നുണ്ട് കേട്ടോ. നാട്ടിൽ നമ്മളൊരു ക്യാമ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വണ്ടി അല്ലാണ്ട് വേറെ ചുറ്റും ഒരു വണ്ടി പോലും കാണാനില്ല കേട്ടോ. ഒരു ക്യാമ്പിങ്ങിനായിട്ട് എങ്ങോട്ട് നോക്കി നമുക്ക് ചുറ്റും വണ്ടികളാണ്. ചില സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് ഡേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പിംഗ് ഗ്രൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് അവിടെ പാർക്കിങ് കിട്ടാണ്ട് പോയിട്ടുള്ള സമയങ്ങളുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ആൾക്കാർ ക്യാമ്പ് ചെയ്ത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഈ ക്യാമ്പിങ് ഇതുപോലുള്ള എക്സ്പ്ലോറിംഗ് എന്ന് വെച്ചാൽ ഇതിനൊരു പ്രായമൊന്നുമില്ല, എല്ലാ ആൾക്കാർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. രസകരമായ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഒരു കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫാമിലി, അപ്പനും അമ്മയും 2 പിള്ളേരും കൂടെ എല്ലാ പണിയും കൂടുന്നുണ്ട്. രാവിലെ അമ്മമാർ ഇതിൽ സൈക്കിൾ ഓടി നടക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും തകർക്കുവാണ്. അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ ഈ ക്യാമ്പിംഗ് സ്പോട്ടിൽ നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിലൊന്ന് നടന്ന് കാണാമെന്ന് വെച്ചു. എല്ലായിടത്തും എല്ലാ ആൾക്കാരും ഇവിടുന്ന് ഈ ഭാഗത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം രാവിലെ തന്നെ സ്ഥലം കാലിയാക്കി കേട്ടോ. ഇവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് ഇവരെല്ലാം പോട്ടനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോഴുടെ യൂട്യൂബ് വീഡിയോസ് ഞാൻ ഒത്തിരി കാണാറുണ്ടായിരുന്നു കേട്ടോ. പുള്ളിനെ കാണാൻ പറ്റുന്നോട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. എന്നാ നീളമല്ല അവന്. അടുത്തടുത്തും വരുന്നു. അങ്ങനെ നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അഭിഷേട്ടാ, നമുക്ക് ഇന്ന് എത്ര ദൂരം, എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ? നമ്മുടെ പ്ലാൻ ഓൾമോസ്റ്റ് 450 km ആണ്. മാക്സിമം
ആരംഭിക്കുന്നതിന് മുമ്പ് ഈ 400 ചില കിലോമീറ്റർ കവർ ചെയ്യുന്നത് ലക്ഷ്യമാണ്. ഇതില് പല റോഡ്സും ഉണ്ടാവും. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് നമ്മുടെ നോർമൽ ടാർട്ടർ റോഡാണ്. അത് എപ്പോ വേണമെങ്കിലും മഡ് റോഡിലോട്ടോ ഗ്രാമൽ റോഡിലോ മാറാം. ഒരു പ്രഡിക്ഷൻ ഈ കാര്യത്തിലില്ല. നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു റോഡ് ഹൗസ് ആണ്. മാക്സിമം അവിടെ എത്തി അതിനിടയിൽ നമ്മുടെ ലഞ്ചും കാര്യങ്ങളും എല്ലാം ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ ഇത്തിരി ഡിലേ ഉണ്ട് നമ്മുടെ ഇതിൽ. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനോട് എത്തുവാനുള്ള എല്ലാ ശ്രമത്തോടെ മുന്നോട്ട് എല്ലാ 4 കാറുകളും പ്രഷറെല്ലാം കുറച്ച് അതിന് പ്രഷറിൻ്റെ ആപ്റ്റായിട്ടുള്ള പ്രഷർ വെച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഐ തിങ്ക് ദിസ് വിൽ ബി എ ഗുഡ് ഡേ ഫോർ us. അകലേനെ നല്ലൊരു പൊടി കാണുന്നുണ്ട്. അപ്പോൾ മണ്ണിട്ട വഴിയാണെന്ന് തോന്നാനൊന്നുമില്ല, ഫുള്ള് മണ്ണാണ്. നമ്മുടെ എൻഡവറും പൊടിക്കകത്ത് മുങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മണ്ണിട്ട വഴിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ മണ്ണിട്ട വഴിയിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിഗേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് ഭയങ്കര ബമ്പി റൈഡായിരിക്കും. അപ്പോൾ അവിടെ നമ്മളൊരു സെർട്ടൻ സ്പീഡിൽ പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വൈബ്രേഷൻ വണ്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. തീരെ പയ്യെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് വണ്ടിക്കകത്തിരിക്കുക. വണ്ടി അതുപോലെ കുലുങ്ങി വണ്ടി ഒരു പരുവാവും, വണ്ടിക്കകത്തിരിക്കുന്ന ഒരു പരുവാവും. അപ്പോൾ നമ്മളത് ഏത് സ്പീഡാണ്, ഓരോ കൊറിഗേഷനിലും ഓരോ സ്പീഡാണ്. അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ അത് കറക്റ്റ് സ്പീഡ് കണ്ടുപിടിക്കണം. പല കൊറിഗേഷനിൽ 80, 90, 100, 110 സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലുള്ള വണ്ടിയുടെ പൊടി കാരണം നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ വാക്കി ടോക്കിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടികളിൽ നിന്ന് വക്കീൽ പറയുന്നുണ്ട് ഫ്രണ്ടിൽ വണ്ടികൾ വരുന്നുണ്ടെന്നൊക്കെ. അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ കണ്ടത്. ട്രക്ക് പോയപ്പോഴത്തേക്ക് പിന്നെ ഒന്നും കാണുന്നില്ല കേട്ടോ, ഫുള്ള് ബ്ലൈൻഡായി. നമ്മൾ വണ്ടി നല്ല രീതിയിൽ സ്ലോ ചെയ്തേക്കണം, കാരണം ഫ്രണ്ടിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, അതുപോലെ പൊടിയാണ്. കാറ്റുണ്ടാകണമെങ്കിൽ പൊടിയുടെ സൈഡിലോട്ട് പോയാൽ ഒരു കാറ്റില്ലാത്തതുകൊണ്ട് എല്ലാം നമ്മുടെ ഫേസിലേക്കാണ് വരുന്നത് പൊടി മുഴുവൻ. അപ്പോൾ നമ്മൾ ഈ ഗ്രാവൽ റോഡിൽ കയറിയിട്ട് കുറേ കിലോമീറ്റേഴ്സായി. ഇവിടെ ചുറ്റുമുള്ള മരങ്ങളുടെ കളറും എല്ലാം ആ ഒരു പൊടി കളറിലാണ് കേട്ടോ, ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ്. എത്രയെന്ന് വരുന്ന വണ്ടി നല്ല 100 കിലോമീറ്റർ ഈ പൊടിക്കകത്തോടെയും അത്യാവശ്യം നല്ല സ്പീഡാണ്. 100 km/h ആണ് വണ്ടി വരുന്നത്. ഗ്രാവൽ റോഡ് മാറിയിട്ട് ടാരട്ട റോഡിലോട്ട് കയറിയിട്ടുണ്ട്. കണ്ണത്താ ദൂരം ഇങ്ങനെ നീണ്ട് കിടക്കുവാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ ഇടയ്ക്ക് ടാറിട്ട റോഡ് വരും, ഇടയ്ക്ക് ഇതുപോലെ മണ്ണിട്ട വഴികൾ വരും. ഈ ഭാഗത്തേക്ക് മണ്ണിട്ട വഴികളിൽ ഇതിനു മുമ്പ് ആരോ നനച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന വണ്ടികളൊന്നും പൊടി പറക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഈ വഴിക്കിട്ടാണെങ്കിൽ വണ്ടി എല്ലാവരും 100-110 km സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. മണ്ണിട്ട വഴിയാണെങ്കിലും ടാറിട്ട റോഡിൽ കൂടെ പോകുന്ന അതേ ഒരു ഫീലിൽ തന്നെ നമുക്കിതിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്. റോഡിൽ നല്ല രീതിയിലുള്ള കൊറിഗേഷനാണ്. കൊറിഗേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബമ്പി റോഡാണ്. ചെറിയ ഹമ്പുകൾ പോലെ ആയിരിക്കും റോഡ്. വണ്ടി ഫുള്ള് വൈബ്രേറ്റ് ആയിട്ട് പോവാം. അപ്പോൾ അതൊന്ന് എസ്കേപ്പ് ആകാനായിട്ട് ഒന്ന് സെർട്ടൻ സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് തന്നെ മുകളിൽ പോകാൻ പറ്റും. ആ സ്പീഡ് എത്ര നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ അടുത്ത ഒരു റോഡ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിടക്കുന്ന ട്രക്കിൻ്റെ ഒക്കെ ഒരു സൈസ് നോക്കി. ഭീകരന്മാർ 2 പേര് അടുത്തടുത്ത് കിടക്കണം നോക്കി. മൈനിങ് സ്ഥലത്തോട്ട് മൈനേഴ്സിന് താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിട്ട് അവിടെ ചെന്ന് ട്രെയിനിൽ വെച്ചിട്ട് പിന്നെ അതിലോട്ട് അക്കൗണ്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. നമ്മൾ ഇവിടെ നിന്ന് ഫ്യൂലും കൂടെ അടിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഫ്യൂൽ അടിക്കാൻ അത്യാവശ്യം ഒരു നീണ്ട ക്യൂ ഉണ്ട് കേട്ടോ അവിടെ.
നമ്മുടെ സ്റ്റിക്കറും കൂടെ ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കൂട്ടം സ്റ്റിക്കറിൻ്റെ കൂടെ നമ്മുടെ ഒരു സ്റ്റിക്കറും കൂടെ. കിരഞ്ഞേട്ടാ, നമ്മളിപ്പോൾ ഉള്ളത് മസ്ഗ്രേവ്. ഇവിടെ നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി തേസിൻ്റെ ഐലൻഡ് വരെ എത്തണം. ഇവിടം വരെ വണ്ടി പോകും. ഇവിടുന്ന് നമ്മൾ ഫെറി എടുത്തിട്ട് ഇവിടം വരെ പോകണം. ഇവിടം വരെ. അപ്പോൾ അത്രയും ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഉള്ള റോഡുകളൊക്കെ ഭയങ്കര ഈസിയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അതെ. നമ്മൾ രാവിലത്തെ കോഫി ടൈം, രാവിലെ ഫ്രഞ്ച് ഫ്രൈസാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നിർത്തിയ സ്ഥലത്ത് ഇങ്ങനെ കാഴ്ചകൾ കാണാനൊക്കെ കുറേ കേട്ടോ. ഇതൊരു എട്ടുകാലി, അതൊരു എട്ടുകാലി പാമ്പ്, ഇത് തേള്, ഇതെന്താ ഇതും പാമ്പാന്ന് തോന്നുന്നു കേട്ടോ. പേടിയാണെന്നുണ്ടല്ലോ. എന്തൊക്കെ ജീവികളാണോ മതി. അതിൽ കുടിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ബൈക്കേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ, ഫ്യൂലടിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ വന്ന് നിറച്ച ആൾക്കാരായിട്ടുണ്ട്. എന്തോരം ബൈക്കേഴ്സാന്ന് നോക്കി. ബൈക്കേഴ്സ് എല്ലാം പോവുകയാണ് കേട്ടോ. ഫ്യൂലൊക്കെ അടിച്ചു, അവരത് തിരിച്ചു പോകുന്നു. ചായ കൂടി എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ 2 വലിയ ലോറികളുണ്ടായിരുന്നു. അമ്മരുത് പോവുകയാണ്. അപ്പോൾ ബാക്കിലൊരു പൈലറ്റ് വെഹിക്കിളുണ്ട്, ലൈറ്റൊക്കെ ഇട്ട്. ഓവർ സൈസ്ഡ് വെഹിക്കിളാണ്. കുറേ കിലോമീറ്റേഴ്സ് വണ്ടി, നമ്മുടെ വണ്ടിയാണ് ഒതുക്കിയേക്കണത്, അല്ല വേറെ വണ്ടിയാണ്. ഫ്രണ്ടിലോ വണ്ടിയിൽ നിന്ന് വാക്കി ടോക്കി ഉള്ളതുകൊണ്ട് അവർ പറയുന്നുണ്ട്, ഇങ്ങനെ ഓരോ ഇൻസിഡൻറ്റുകളുണ്ടെങ്കിൽ നമ്മളോട് പറയും. ഫ്രണ്ടിൽ വണ്ടിയുണ്ട്, ടിപ്പുണ്ട്, ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ക്രോസിംഗ് ഉണ്ട്, റോഡൊക്കെ ഇവിടെ നിന്ന് ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോൺവോയ് ആയിട്ട് പോകുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ പോണ വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. അവർ നമുക്ക് പറയും, കാരണം അവരാണല്ലോ ഫസ്റ്റ് ഇതെല്ലാം ഫേസ് ചെയ്യുന്നത്. നമ്മൾ കുറേ കിലോമീറ്റേഴ്സായിട്ട് ഇതുപോലെ കിടന്ന വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം കഴിയുമ്പോഴത്തേക്കും തലവേദനയൊക്കെ എടുക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ നടന്ന് വിറച്ചോണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരേന്നൊരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാനായിട്ട് വണ്ടിയിൽ നിന്ന് നിർത്തിയേക്കുവാണ്. ഇവിടുത്തെ മണൽ കണ്ടോ, ഇതുപോലെ മണലാണ്. അപ്പോൾ രാവിലെ മുതൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ മുതൽ ഇങ്ങനെയുള്ള ട്രാക്കിൽ കയറിയതാണ്. കുലുങ്ങി പൊടിയും പറത്തി ഒരു രസമാണ് കേട്ടോ. ആ വണ്ടി നമ്മൾ മിക്കവാറും പൊടിയിൽ കുളിക്കാനുള്ള സകല ചാൻസും കാണുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ പൊടിയിൽ മൂടുവോ? അവരുടെ വണ്ടിയുടെ സസ്പെൻഷൻ ഒന്നും ഒരു കുഴപ്പമില്ലേ. നമ്മുടെ വണ്ടി കിടന്ന് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി മാത്രമല്ല, വണ്ടിക്ക് അകത്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളൊരു സേർട്ടൻ സ്പീഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബൗൺസിങ് എന്ന് ഒഴിവാകും. സ്പീഡ് ഏതാണ് നമ്മളൊന്ന് സ്പീഡ് നോക്കിയത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടികളിലെ എയർ ഡൗൺ രാവിലെയൊക്കെ ചെയ്തിരുന്നു. 30-28 ആക്കിയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഭയങ്കര കൊറിയേഷനാണ്. അപ്പോൾ വീണ്ടും നമ്മൾ എയർ കുറയ്ക്കുവാണ് കേട്ടോ. രാവിലെ എയർ കുറയ്ക്കുമ്പോൾ നല്ല തണുത്ത കാറ്റായിരുന്നു. ഇപ്പോൾ ടയറിൻ്റെ അത് നല്ല ചൂട് കാറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കീ വെച്ച് കുറയ്ക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് കമ്പൊക്കെ ഇട്ട് കുത്താൻ കഴിഞ്ഞാൽ ഒടിഞ്ഞ് ചിലപ്പോൾ അകത്തിരിക്കും. കീയുടെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എയർ ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ വണ്ടിയുടെ ഗാർഡ് ഒന്ന് ലൂസായിട്ടുണ്ട്. അതൊന്ന് പൊട്ടിപ്പോയല്ലേ.
ഫ്രണ്ടിലെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം. അതിൽ നിന്ന് ചെറിയ കാറ്റ് വരുന്നുള്ളതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. ആ പൊടി അങ്ങ് മാറിപ്പോൾ വണ്ടി നമുക്ക് വിസിബിലിറ്റി അതിൻ്റെ ബാക്കിൽ പോയി കഴിഞ്ഞാൽ 0 എന്ന് വേണമെങ്കിൽ പറയാം, ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടികൾ പറഞ്ഞിട്ടുണ്ട് ഓൺ കമ്മിങ് ട്രാഫിക് വരുവാണെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യണം എന്നുള്ളത്. നമ്മൾ മണിക്കൂറുകളായിട്ട് മണ്ണിട്ട വഴി കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ടാറിട്ട റോഡോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തലയും ശരീരമൊക്കെ ഒന്ന് വൈബ്രേഷൻ ഒക്കെ ഒന്ന് കുറഞ്ഞൊന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. പച്ചപ്പ് വീണ്ടും കാണാൻ തുടങ്ങി. നേരത്തെ പച്ചപ്പുണ്ടായിരുന്നു, പക്ഷേ അത് മൊത്തം ചുവന്ന കളറിലിരിക്കുമായിരുന്നു പൊടി കാരണം. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇപ്പോൾ വലിയൊരു മറ്റേ വലിയൊരു റോഡ് ട്രെയിൻ പോയായിരുന്നു. സാധാരണ നമ്മൾ 2 ട്രെയിലറൊക്കെ ആയിട്ട് പോകണം. ഇതൊരു 3-4 ട്രെയിലർ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഒരു കല്ലടിച്ചിട്ട് നമ്മുടെ പ്രാഡോയുടെ ഗ്ലാസ് ചിപ്പായിട്ടുണ്ട്. നമ്മളങ്ങനെ പാതി വഴിയിൽ എവിടെയോ നിർത്തിയേക്കുവാണ്. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് ചിപ്പായത് നോക്കാൻ നിർത്തിയ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ മാർക്കറ്റാണോ എന്താണോ എനിക്ക് മനസ്സിലാകുന്നില്ല. കുറേ വണ്ടികളൊക്കെ അവിടെ നിരത്തിയിട്ടുണ്ട്. നോ എൻട്രി എന്നുള്ള ബോർഡുണ്ട്. കുറേ വണ്ടികളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കൊള്ളസങ്കേതം വല്ലതും ആണോ? നമ്മുടെ തൊട്ടടുത്തൊരു ചെറിയ മല കാണുന്നുണ്ട് കേട്ടോ. അവിടെ മരങ്ങൾ കാണാൻ ഒരു വെറൈറ്റി വൈറ്റ് കളറിലൊക്കെ കാണുന്നുണ്ട്. ആ ഒരു സ്പ്രേ പെയിൻ്റ് അടിച്ച ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ചോറും ചിക്കൻ കറിയും കൂടെയാണ്. ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിരഞ്ചേട്ടൻ എല്ലാവർക്കും ഇവിടെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു. നമ്മൾ വീണ്ടും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂറും കൂടെ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമ്മുടെ തൊട്ടടുത്തൊരു ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത്. അവിടെ ചെറിയൊരു ട്രാഫിക് ബ്ലോക്കും ഡ്രിഫ്റ്റിംഗ്. ഇവിടെ ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രെയിനറൊക്കെ പറക്കലാണ്. വീണ്ടും റോഡിലെ പൊതുവെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വൈബ്രേഷൻ. അപ്പം അത് ഒഴിവാക്കാനാണ് ഒരു വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നത് കേട്ടോ. സമയം 3 മണി കഴിഞ്ഞു. നമുക്ക് ഇനി പോകാനുണ്ട് 3 മണിക്കൂറും കൂടെ. അത്യാവശ്യം വലിയൊരു കുഴിയാന്ന് തോന്നുന്നു അല്ലേ? കുഴിയില്ല, അത് കല്ല. അപ്പോൾ ഈ കുറുക്കേറ്റർ റോഡ്സിലൂടെ നമ്മൾ വണ്ടി ഓടിച്ച് വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ പല സാധനങ്ങളൊക്കെ ലൂസായിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇതിൽ വൈബ്രേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാതിരി ഭ്രാന്ത് പിടിക്കും. അതുപോലത്തെ വൈബ്രേഷനാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ രണ്ടാമത്തെ വണ്ടിയുടെ ഗ്ലാസ്സിൽ ചിപ്പായിട്ടുണ്ട് കല്ലടിച്ചിട്ട്. നമ്മുടെ ടാറിട്ട റോഡ് വീണ്ടും തീരുകയാണ്. അപ്പോൾ 2 വണ്ടിയുടെ ഗ്ലാസ്സിൽ ചിപ്പായിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഗ്ലാസ് ഇതിനു മുമ്പ് ഒന്ന് ചിപ്പായിട്ട് മാറ്റിയതുള്ളൂ. 1 മാസം ആയിട്ടേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ
അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടുച്ചയ്ക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമെങ്കിൽ മീൻ റൈറ്റ് ബിഹൈൻഡ് യു. പക്ഷെ അന്നേരം കുളിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. ഇതിനകത്ത് മുതലേക്ക് ഉണ്ടാവുമോ? നല്ല അത്യാവശ്യം നല്ല ഡെപ്തുള്ളൊരു പുറത്തുനിന്നുള്ള ഷോട്ടൊക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷെ പുറത്തിറങ്ങിയുള്ള ഷോട്ട് എടുക്കാനായിട്ട് വെള്ളത്തിൽ കൂടെ നീന്തി പോകേണ്ടി വരും അപ്പുറത്തേക്ക്. നമുക്ക് ഒത്തിരി ദൂരം പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ഒരു ടഫ് ഒന്നും പറയാനായിട്ടുള്ളൊന്നുമില്ല. സാധാരണ റോഡാണ്. നമുക്ക് അങ്ങോട്ട് ടഫായിട്ടുള്ള ടെറൈൻസ് വരുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്കത് കാണാം. നമ്മുടെ ഫ്രണ്ടിൽ ഒരു പാമ്പ് ക്രോസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലുക്ക് കണ്ടിട്ട് ഇതൊരു ആനക്കോണ്ടയാണോ എന്നൊരു സംശയമുണ്ട്. അല്ല, ഇതേ ഒന്നല്ലേ റെഡ് ബെല്ലി അല്ലെങ്കിൽ ബ്രൗൺ സ്നേക്ക്. എടാ ഇത് മറ്റേ ഇത് എടാ ടീ വെച്ച് തുടങ്ങണ അതിന്റെ പേരെന്തുട്ടാ? നിങ്ങൾ കണ്ട റോഡിന്റെ നടുക്കാണോ അതെയോ ഇടയ്ക്കാണോ? നമ്മൾ ഫ്രണ്ടിലൊരു പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിക്കവാറും നമ്മളൊരു പുഴയക്കടെ ആയിരിക്കും പോകുന്നത്. ചിലപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമായിരിക്കും. റോഡ് കുറച്ച് നനഞ്ഞൊക്കെ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വെള്ളമുണ്ടോ? ഇല്ല അല്ലേ, ചെറുതായിട്ട് ചെറിയൊരു നനവ് മാത്രമേ ഉള്ളൂ റോഡിൽ. വെള്ളമില്ല കേട്ടോ. നല്ല രസമുണ്ടല്ലോ ഇത് കാണാനായിട്ട്. ചാടി എല്ലാവരും ഫ്യൂവൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാമോ? അതിലെല്ലാം ഇതിൽ ഫുൾ ഓൾമോസ്റ്റ് 70. നമ്മൾ പോകുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാട്ടുതീ പടരുന്നുണ്ട്. നല്ല സ്മോക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് 300 മീറ്ററുകൾക്ക് ശേഷം സിനിക് ലുക്ക് ഔട്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കാണാൻ പറ്റുക? സിനിക് 300 മീറ്ററൊക്കെ കഴിഞ്ഞു. KP ഓർക്ക് നമുക്ക് ഇനി 357 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രാവൽ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഫുൾ പൊടി മയമാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് എടുക്കുകയാണ്. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ബ്ലൈൻഡ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ 120 130 ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രണ്ടിൽ വീണ്ടും ഗ്രാവൽ റോഡ് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ പോയ വണ്ടികളെല്ലാം നമ്മളെ സ്മോക്ക് ചെയ്തിട്ട് പോയി, ഒന്നും കാണത്തില്ല. നമ്മുടെ ഫ്രണ്ടുകൾ ഒരുത്തം പറന്നു വരുവാണ്. കല്ലടിച്ച് ഗ്ലാസ് പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി ഒതുക്കി എടുത്തിട്ടേക്കാണ് കേട്ടോ. നമ്മളിൽ ഇങ്ങനൊരു ഭാഗ്യപരീക്ഷ നടത്തുന്നില്ല. അങ്ങ് ദൂരേന്ന് ഒരുത്തൻ പൊടി ഉറപ്പിച്ച് വരുന്നുണ്ട്. അവൻ്റെ വരവ് കണ്ടുകൊണ്ട് നമുക്ക് വാക്കി ടോക്കിലോ ഇൻഫർമേഷൻ കിട്ടി. കല്ല് തെറിക്കുന്നുണ്ട്, സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്കും നമ്മളോട് ഒതുക്കി നിർത്തുവാണ് കേട്ടോ. ഇവൻ വല്ല റേസിങ്ങിനും പോകുന്നതാണോ? ബാക്കിൽ ട്രെയിലറും വെച്ചിട്ടാ വരുന്നത്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ കൈയൊക്കെ പൊക്കി കാണിക്കും. നമ്മൾ തിരിച്ച് കൈയൊക്കെ പൊക്കി കാണിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സൺലൈറ്റ് ഇങ്ങോട്ട് സൂര്യൻ അസ്തമിക്കാൻ പോകണം. എതിരെന്നുള്ള പൊടിയും കൂടെ ഉണ്ട്. ആ ലൈറ്റ് ഫിൽട്ടർ ചെയ്ത് വരുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത്ര നേരം കുലുങ്ങി ഓടി വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുവാണ്. വണ്ടിയുടെ കളർ നോക്കിയാൽ മൊത്തം പൊടിയിൽ വന്നിട്ട് വെള്ള വണ്ടിയിൽ ഒരുമാതിരി ചുവന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാക്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ പുഴയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ വഴി കണ്ണെത്താ ദൂരം ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ, നീണ്ട് നിവർന്ന് അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ലോക്കൽ പട്ടി, ഇവിടുത്തെ നാഷണൽ ഡോഗ്. ഈ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നാഷണൽ ഡോഗാണ്. നമ്മുടെ നാട്ടിലെ നാടൻ പട്ടി പോലത്തെ ഒരു ഫിഗറാണ് കേട്ടോ. വൈൽഡ് ഡോഗിനെ കണ്ടല്ലോ, അതിൻ്റെ പേര് ഇവിടെ ഡിങ്കോ എന്നാണ് കേട്ടോ. ഡിങ്കോ. അപ്പോൾ ഇവിടെ ചില ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടാവും ഡിങ്കോ ഉണ്ട് സൂക്ഷിക്കുന്നത്. കാരണം അവരൊരു കൂട്ടായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അഗ്രസീവാണ്, കടി കിട്ടും. നമ്മുടെ മഹീന്ദ്ര സ്കോർപിയോ ഗെറ്റവേ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നമുക്ക് വാക്കി ടോക്കിൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒതുക്കി നിർത്താം. ന്യൂ ഷേപ്പിലാണ് കേട്ടോ സാധനം വരുന്നത്. അടിപൊളി. നമ്മുടെ വഴികൾ നോക്കി, കയറ്റങ്ങൾ വർക്കങ്ങളുമായിട്ട് അങ്ങ് ദൂരം വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ള ഒരു വണ്ടി പോലും കാണുന്നില്ല കേട്ടോ. എല്ലാവരും നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ട് നമ്മൾ എത്താറായി.
അവരെല്ലാം അവിടെ എത്തിയെന്ന് വിചാരിക്കുന്നു. കൂടിയ മഴയാണ് ബാക്കിലോട്ട് കേട്ടോ. ക്യാമ്പിംഗ് ലൊക്കേഷനിലേക്ക് ഇങ്ങോട്ട് 6 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പക്ഷെ ഫുള്ള് സ്മോക്കും കൂടെ കാണുന്നുണ്ട്. മൊത്തം ഒരു പുക മയമാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ സ്മോക്കും കൂടെ ആണെങ്കിൽ സ്മോക്ക് വാണിംഗും വെച്ചിട്ടുണ്ട്. സ്മോക്ക് ആണെങ്കിൽ അവിടെ കിടക്കാൻ പറ്റില്ല, ശ്വാസം പോലും കിട്ടില്ല. ഇപ്പോഴത്തെ പ്ലാൻ ബിയിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഈ ചെതൽപ്പുറ്റ് പോലത്തെ സാധനം കുറേ കാണാനുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇഷ്ടം പോലെ ഉണ്ട്. റോഡിൻ്റെ 2 സൈഡിലും അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിപ്പോൾ ഒരാളുടെ ഹൈറ്റിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാവ്, അടിപൊളി, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ട് ഇവിടെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. നമുക്ക് റൂം കിട്ടുമെന്നുള്ളത്, റൂമും പോട്ടെ, നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുമെന്നുള്ളത് കണ്ടറിയണം. ഇവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഫുള്ളാണ് ഇവിടെ. നമ്മൾ ഈ ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ 9 പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒച്ചയമ്പകളൊക്കെ ഉണ്ടാക്കിയതിൽ വേറെ ആർക്കും ഡിസ്റ്റർബൻസ് ആകാത്ത രീതിയിൽ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് പറ്റിയൊരു സ്ഥലം തപ്പി പോവുകയാണ്. റേഞ്ച് റോവർ. ഞാനിപ്പോൾ ഏതൊക്കെ വണ്ടിയുടെ വീഡിയോ പിടിക്കുക, എവിടെ നോക്കിയാലും ഇതുപോലത്തെ വണ്ടികളാണ് കേട്ടോ. നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തു, കസേരയും കാര്യങ്ങളെല്ലാം ഒക്കെ എടുത്തു, എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. നമ്മളങ്ങനെ രാവിലെ തുടങ്ങിയ യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചെറുതായിട്ട് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ആ ക്ഷീണങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കിരൺ ചേട്ടനും അഭീഷ് ചേട്ടനും കൂട്ടിയിട്ട് ഇവിടെ നമുക്കെല്ലാം അടിപൊളി ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. രാവിലെ തൊട്ട് തുടങ്ങിയ ഓട്ടമാണ്. അപ്പോൾ ഒന്ന് കുറച്ചേരം റിലാക്സ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടെ തീർക്കാം. നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.